കനത്ത മഴയിൽ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട വ്യവസായശാലകൾ പുലർച്ചെ 2 മണിയോടെയാണ് കറുത്ത നിറത്തിൽ എണ്ണമയമുള്ള മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥലത്ത് പരിശോധന നടത്തി. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ നൽകും. കൃഷ്ണപ്രിയ, പരിശോധന പൂർത്തിയായോ? എപ്രകാരമാണ് ഈ പരിശോധനയ്ക്ക് ശേഷമുള്ളൊരു നിരീക്ഷണം? ആതിര, ഇന്ന് രാവിലെ 2 മണിയോടെയാണ് ഈ ഏലൂർ പരിസരത്തെ ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യങ്ങൾ ഈ പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടത്. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി നിയോഗിച്ച സമിതി ഇത്തരത്തിൽ പെരിയാറിലെ മാലിന്യ പ്രശ്നങ്ങൾ പഠിക്കാൻ ഹൈക്കോടതി ഒരു സമിതി നിയോഗിച്ചിരുന്നു. ആ സമിതിയും സംഘങ്ങളും പരിശോധന നടത്തിയിരുന്ന പ്രദേശമാണിവിടെ. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഇത്തരത്തിൽ ഫാക്ടറി അടക്കമുള്ള കമ്പനികളുണ്ട്. ഈ കമ്പനികളിൽ നിന്ന് രാസമാലിന്യം പെരിയാറിലേക്ക് തള്ളുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കമ്പനികളിലെത്തി ഈ സംഘം പരിശോധിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ 2 മണിയോടുകൂടി രാസമാലിന്യങ്ങൾ തള്ളിവിട്ടത്. ഇന്ന് രാവിലെ കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയിലേക്ക് ഈ കമ്പനികൾ നീങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇപ്പോൾ പ്രദേശത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സംഘം എത്തി പരിശോധന നടത്തി. അത് പുരോഗമിച്ചു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ സംഘം ഇന്നലെ ജില്ലാ കളക്ടറുമായി യോഗം നടത്തിയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം 10 ദിവസത്തിന് ശേഷം ഈ പെരിയാറിലെ മാലിന്യ പ്രശ്നങ്ങൾ പഠിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും ഈ ഒരു പ്രശ്നം കൂടിയും ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം. ഏതായാലും ഇന്ന് രാവിലെയാണ് പെരിയാറിലെ രാസമാലിന്യം വീണ്ടും ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആതിര, ഇത്തരത്തിൽ പെരിയാറിലേക്കാണ് രാസമാലിന്യം ഒഴുക്കിവിട്ടത്. വ്യവസായശാലകളിൽ നിന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൃഷ്ണപ്രിയ.